പ്രവാസ ലോകത്തിലെ മധുരമായ ഈന്തപ്പഴം ഇനി മലബാറുകാർക്കും സ്വന്തം. മലബാറുകാർക്ക് എന്ന് പറയുന്നതിനേക്കാൾ കുഞ്ഞിമംഗലത്തുകാർക്ക് സ്വന്തം എന്ന് വേണം പറയാൻ. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മാത്രം വളരുമെന്ന് കരുതിയ, ആ ഒരു കാലാവസ്ഥയിൽ മാത്രം വളരുമെന്ന് കരുതിയ ഈന്തപ്പഴം കുഞ്ഞിമംഗലത്തിൻ്റെ മണ്ണിലും ഉണ്ടായിരിക്കുകയാണ്. കുഞ്ഞിമംഗലത്തെ കുതിരുമ്മൽ എന്ന സ്ഥലത്തെ കുഞ്ഞിരാമേട്ടൻ്റെ വീട്ടിലാണ് ഈ ഒരു മനോഹരമായ ഈന്തപ്പഴം വളർന്നിരിക്കുന്നത്. ഈ കാണുന്നത് അറബി നാട്ടിലെ ഈന്തപ്പന പാടമല്ല, ഇങ്ങ് കുഞ്ഞിമംഗലം ഗ്രാമത്തിൽ കുതിരുമ്മലിലെ കുഞ്ഞിരാമേട്ടൻ്റെ വീട്ടുമുറ്റത്തെ കാഴ്ചയാണ്. മരുഭൂമിയിൽ മാത്രമേ വിളയൂ എന്ന് കരുതിയിരുന്ന ഈന്തപ്പനകളാണ് ഇവിടെ സ്വർണ്ണവർണ്ണം ചൊരിഞ്ഞ് കുലച്ച് കായ്ച്ചു നിൽക്കുന്നത്. 2 വർഷം മുൻപ് നട്ട ഈന്തപ്പനകളിൽ കായ്കൾ സമൃദ്ധമായി തന്നെ വിളഞ്ഞു നിൽപ്പുണ്ട്. 6 പനകൾ നട്ടതിൽ 3 എണ്ണമാണ് ഇപ്പോൾ കായ്ച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ വിളകൾക്ക് വെള്ളം ആവശ്യമില്ലെന്ന പൊതുധാരണയെ തിരുത്തി ദിനേന കൃത്യമായി നനച്ചും പരിപാലിച്ചുമാണ് ഇദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. പഴുത്തു തുടങ്ങിയ ഈന്തപ്പഴങ്ങളുടെ ഈ അത്ഭുത കാഴ്ച കാണാൻ ഇപ്പോൾ എന്നും നാട്ടുകാരുടെ തിരക്കാണ് ഇവിടെ. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇത് 3 മിക്സ് ചെയ്തിട്ടാണ് ഇട്ടതാണ്. നനക്കും സ്ഥിരമായിട്ട്. ഈ ഒരു കുഞ്ഞിമംഗലം പ്രദേശത്ത് ആദ്യമായിട്ടായിരിക്കും ആദ്യം കുഞ്ഞിമംഗലം ഏരിയയിൽ ആദ്യമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് മരുപ്രദേശത്തിൽ വളരേണ്ട ഈന്തപ്പന നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ കായ്ഫലം തന്നതെന്ന ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. കേരളത്തിലെ താപനിലയിലുണ്ടായ മാറ്റമാണ് ഈന്തപ്പനകൾ കായ്ക്കാൻ സാഹചര്യം ഒരുക്കിയതെന്നാണ് വിലയിരുത്തൽ. എങ്കിലും അധ്വാനവും കൃത്യമായ പരിചരണവും ഉണ്ടെങ്കിൽ ഏതൊരു വിളയും നമ്മുടെ മണ്ണിലും സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് കുഞ്ഞിമംഗലത്തെ കുഞ്ഞിരാമേട്ടൻ. പരിമിതികളെ അതിജീവിച്ച് കൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനമാണ് ഈ മധുര വിജയം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.